വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ സപ്ലിമെൻറ്റ് കഴിക്കണോ അതോ വെയിൽ കൊണ്ടാൽ മതിയോ? മിക്ക ആൾക്കാർക്കും സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ശരീരത്തിൽ പോഷകങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ് താല്പര്യം. എനിക്കും അങ്ങനെയാണ് താല്പര്യം. നമുക്ക് വൈറ്റമിൻ ഡിയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്ന് വൈറ്റമിൻ ഡി ലെവൽസ് ബ്ലഡിൽ ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ട ആൾക്കാരിൽ 99% ആൾക്കാരുടെയും ലെവൽസ് ഒപ്റ്റിമൽ ലെവലിൽ താഴെയാണ്. അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട ചോദ്യം? ഒപ്റ്റിമൽ ലെവൽ എത്ര എന്നുള്ളത് 70 നാനോഗ്രാം പെർ ml അല്ലെങ്കിൽ 70 to 100 നാനോഗ്രാം പെർ ml ആണ് ഒപ്റ്റിമൽ ലെവൽ. പക്ഷേ പല ആൾക്കാർക്ക് ഇത് ഉണ്ടാകാറില്ല. നോക്കിക്കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി കിട്ടാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളൊന്ന് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ഒരു സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടാകുന്നതാണ്. ഓഫ് കോഴ്സ് ഭക്ഷണത്തിൽ നിന്നും വൈറ്റമിൻ ഡി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന്, നമുക്ക് ആവശ്യമായിട്ടുള്ള സൺ എക്സ്പോഷർ അതും കറക്റ്റ് സമയത്ത് ഇല്ല എന്നുള്ളത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ഇന്നത്തെ ദൈനംദിന രീതികളും ആവശ്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വൈറ്റമിൻ ഡിയുടെ റിക്വയർമെൻറ്റ് വളരെ വളരെ കൂടുതലാണ്. അതായത് ഇൻകത്തിനേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ഇൻകം ലെവൽസ് അല്ലെങ്കിൽ നമ്മുടെ ഒപ്റ്റിമൽ ലെവൽസ് താഴോട്ട് പോകും. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റെപ്പ് നമ്പർ 1, എല്ലാ 6 മാസം കൂടുമ്പോഴും വൈറ്റമിൻ ഡി ലെവൽസ് നോക്കുക എന്നുള്ളതാണ്. കാരണം വൈറ്റമിൻ ഡി ടോക്സിസിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൊരു വൈറ്റമിനാണ്. കാരണം അതൊരു ഫാറ്റ് സോൾബിൾ വൈറ്റമിനാണ്. വൈറ്റമിൻ ഡി ലെവൽസ് കുറവാണെന്നുണ്ടെങ്കിൽ ഷുവർ ഷോട്ട് മെത്തേഡ് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ തന്നെയാണ്. ഇന്ന് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സിൻ്റെ ഏത് അളവിൽ ഏത് ക്രമത്തിൽ എത്ര നാൾ കഴിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറോട് ചെക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ലെവൽസ് ആവശ്യത്തിലുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം ഡോക്ടറുടെ അല്ല, അത് നമ്മളുടെയാണ്. So check your vitamin D levels every 6 months and if needed, go for supplementation.